പരിശുദ്ധ ഖുർആനിൽ റമദാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചപ്പോൾ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, 3 ആയത്തുകൾ റമദാനിനെ കുറിച്ച് വിശദീകരിച്ചു. തൊട്ടടുത്ത ആയത്ത് വേറെ സെപ്പറേറ്റ് ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ അടുത്തുള്ള ആയത്തുകളിൽ റമദാനിന്റെ വിധിവിലക്കുകളും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഖുർആനിന്റെ ആയത്തുകളുടെ ക്രമം എന്ന് പറയുന്നത് ഒരിക്കലും യാദൃച്ഛികമല്ല. നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത വലിയ യുക്തികൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ക്രമീകരണത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തിൽ തുടങ്ങി അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന ആയത്തിലൂടെ തുടർന്ന്